അല്ലേ? സത്യം സത്യം. ആ അടി 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 ബാബാ. ഫുൾ സ്ക്രീൻ. ഗയ്സ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന MRC വേഴ്സസ് TBA ഫേസ് 2. ഇതിൽ തന്നെ വീണ്ടും അടുത്ത അളിയാ ഇവൻ ചത്ത് കേട്ടാ. ഇല്ല പെടത്തില്ല പെടത്തില്ല. വണ്ടി 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 ഓ ഫ്ലഫി എവിടുന്ന് രക്ഷപ്പെടുന്നു? ഇല്ല ഫ്ലഫി എവിടുന്ന് രക്ഷപ്പെടുന്നു? ഫ്ലഫിയുടെ ബൈക്ക് അവൻ നമ്മളെ വിടും. നമ്മളൊരു വണ്ടി പെട്ടപ്പം അവന്മാരെല്ലാം കൂടി പറയുന്നു താഴെ പറ്റി അളിയാ ഒരു വണ്ടി പെട്ടല്ലോ നമ്മളെ. ഇറങ്ങിയ ചത്തറാണ്. ഇറങ്ങിയ ചത്ത് മോളിൽ നിന്ന് പണ്ണു ഇപ്പൊ നമ്മളെ പിള്ളേരെന്ന. ഓ വണ്ടി മറിഞ്ഞു 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 ഇല്ല ബാക്കപ്പ് എത്തിയിട്ടുണ്ട്. ഇറങ്ങിയാട്ടാ അളിയാ നമ്മുടെ വണ്ടി 2 കിലോമീറ്റർ അപ്പുറത്ത് പറന്നുപോയി. ഇവിടെ കുത്തി എമർസത് അളിയാ 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 അളിയാ. താങ്ക്സ് റാ ഫ്ലഫി, താങ്ക്സ് റാ ഫ്ലഫി, താങ്ക്സ് റാ ഫ്ലഫി. ലവ് യു ലവ് യു ഫ്ലഫി, ലവ് യു ഫ്ലഫി. TBA ഫ്ലഫി റാ, TBA ഫ്ലഫി. TBA ഫ്ലഫി അത്ര ഉള്ളതാ ഫ്ലഫി. എല്ലാരും ഇവിടെ കുത്തി അടിച്ച് ഫുഡില്ലാതെ നിന്ന് തീർന്നായിരിക്കും. സിറ്റിക്കകത്തുണ്ട്. നീ എനിക്ക് അങ്ങനെയൊക്കെ അടിക്കണോടോ? അങ്ങനെയൊക്കെ അടിച്ചോണ്ടല്ലോ ഇപ്പൊ തിരി സ്വന്തം ടീമിനെ അടിച്ചു വന്നാ 4 പേരെ. സംഭവിച്ചു അടിക്കാൻ വേണ്ടി എന്നാ സ്ലോ മോഷനിലെ ടിവിയുടെ മറ്റേ ടിവിയുടെ ഡ്രസ്സിങ്ങിനെ മറ്റേ ട്രാൻസിഷൻ അവിടെ പിക്ക് വേണ്ട ഫ്ലഫിയാണ് അവർ രക്ഷപ്പെടുത്തിയത്. ഫ്ലഫി ഇടിച്ചു തരും തിരിച്ചാണ് ഇരിക്കുന്നത്. ഫ്ലഫി അങ്ങോട്ട് ഇടിച്ചു തരും. എന്ത് പറ്റി? ഞാൻ ഇന്നൊരു ഫണ്ടേ എന്ന് ടൈപ്പ് ചെയ്തതാ, പക്ഷേ ചന്ദ്രനോട് ഒരു ബാൻ മാറ്റം പറയുന്നു. എങ്ങനെയാണാ കുത്താൻ പോണോ? ഏറ്റവും നമ്മളിപ്പൊ നിർത്തി തരാവേ. മണ്ടക്കത്തെ മല പുഷ് ചെയ്ത് കയറാൻ ശ്രമിക്കുന്നു. ദൈവമേ കുത്തി ഇറങ്ങണ്ടേ? ഇവിടെ നിന്ന് കുത്തി ഇറങ്ങിയ പണിയാണ്. ഇറങ്ങി നമ്മളെ പിള്ളേർ ഇറങ്ങി. പക്ഷെ അവന്മാരുടെ ആംഗ്ലാണ് ഒരു 40 വീഡിയോ വന്നേട്ടാ. ഐ തിങ്ക് എന്റെ പിഒയിലുണ്ട് ആ പ്ലെയർ ആരാന്നുള്ളത്. ഇവിടുന്ന് പോയതാണ്. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ എന്താ നടക്കാൻ പോണേ? റിവേഴ്സ് എടുത്തതാണ്. റിവേഴ്സ് എടുത്ത് വന്നിരിച്ചേ. അത് എന്താ സംഭവം? ചത്തില്ലല്ലോ 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 അതിന് ചത്തില്ലല്ലോ. അത് അങ്ങനെയാണെങ്കിൽ എന്റെ ലൈവിലുണ്ടോന്ന് ചെക്ക് ചെയ്യുവോ? എന്റെ ലൈവിലുണ്ട്. ഞാൻ കണ്ടില്ല കറക്റ്റ് ആരാന്നുള്ളത്. അവനെ ആ കയറി വരുമ്പോ കാണാൻ പറ്റത്തില്ല അവന്മാര് ഇറങ്ങിയ ഇല്ലെന്ന്. മനസ്സിലായോ? ഒറ്റ സ്ഥലമല്ലേ ഉള്ളൂ. മനസ്സിലായോ? വേറെ വളച്ചോടിക്കാനോ മറയ്ക്കാനോ ഒന്നും പറ്റൂല.
ഇവരോട് പറഞ്ഞിട്ടില്ലേ ഹോൾഡ് ഇട്ട് കഴിഞ്ഞാൽ മൂവ് ആവരുതെന്ന്. എടാ ഇതിപ്പം എന്റെ ചാറ്റ് മുഴുവൻ ബാനാക്കിയവര് കിടന്ന് വിഷമം പറയാണ്. നീ ഒത്തിരിപ്പകരായ അവരോട് പറഞ്ഞ ഹോൾഡ് ഇട്ട് കഴിഞ്ഞാൽ മൂവ് ആവരുതെന്ന് പറഞ്ഞ. എല്ലാരും ലിസ്റ്റ് ബാൻ ആക്കിയവര് ആരെ പേരിടണം, ആരെ ചാനലാണ് ബാൻ ആക്കിയത് എന്നുള്ള രീതിയിൽ ലിസ്റ്റ് ഓരോരുത്തരുടെ ഇന്ന് തന്നെ തീർപ്പാക്കാം. കണ്ണാപ്പി എന്നെ മോഡ് മാറി ബാൻ ആക്കി. കണ്ണാപ്പിയുടെ മോഡ് 10 സെക്കൻഡ് ഇട്ടു. വേണ്ട കണ്ണന്റെ മോഡ് നമ്പർ 1 എന്നൊക്കെ പറഞ്ഞിട്ടാ. നമ്പർ 1 നമ്പർ 1 ചന്ദ്രൻ. എടാ ഒരു കാര്യം ചെയ്യ്. ഹലോ എന്റെ പേര് റേഡിയോ കേക്കാവോ? ഞാൻ പറഞ്ഞത് അത് മറ്റേ റേഡിയോ കേക്കാവോ? 2 സൈഡ് മാറ്റി നിർത്തണല്ലോ. ഇപ്പഴേ മാറ്റി നിർത്തിയാറാ നമുക്ക് ഡിലേ ആക്കണ്ടല്ലോ. ഇപ്പഴേ മാറ്റി നിർത്തി. ഓ 2 സൈഡ് നിർത്ത്. 2 സൈഡ് നിർത്ത്. കുറച്ച് കണ്ണത്താ ദൂരത്ത് കൊടുത്താൽ മതി. അടിച്ചാ കിട്ടരുത്. അടിയേക്കരുത്. അല്ല ഒത്തിരി ദൂരം കൊണ്ടുപോണ്ട. എനിക്ക് വായിക്കാൻ പറ്റത്തില്ല. ഇത് TV ആണ്. TV അല്ലാതെ നിങ്ങള് വാറ്റിന് അവിടെ പിന്നെ കുഴപ്പമില്ല. ഓ വിട്ടോ റോഡിലായിരിക്കണം. എന്റെ ഫ്രണ്ടില് TV നടക്കണം. വാറ്റിന്റെ MRC അവിടെ അതുപോലെ വിട്ടോ. അതിവിടെ വന്ന് തുടങ്ങി ചിലപ്പോര് അല്ലേ മറ്റേ സംസാരിച്ചത്. ഞാൻ TVനെ 950 ഇടാടെ. 950 TVനെ 950 950. അത് നമ്മള് വർഷങ്ങൾക്ക് മുമ്പ് ആർപ്പ് കളിച്ചിട്ടുണ്ട്. മറ്റേ അത് ഓർമ്മയുണ്ടോ? MRP എടാ നോട്ട് ആരാ ഫ്രീ ആയിട്ടുള്ള ഭീമ ഉണ്ടല്ലോ. ഭീമ 950 9550 TV 9550. ചന്ദ്രു ക്യാമോ ഓഫ് ആക്കാൻ പറയണ. അവന്റെ ക്യാമോ ഹലോ സ്നേഹ കേക്കാവോ? ഹലോ നിങ്ങൾ 9550 അവരല്ലേ പോണ്ടേ? 2 സൈഡിലും മാറ്റി നിർത്തി. 2 സൈഡിലും മാറ്റി. 2 അവർ പോയി. എപ്പോഴേ പോയി. എന്റെ കണ്ണന്റെ ചാനൽ ബാൻ ആക്കി. എന്റെ അടുത്തൊക്കെ വന്ന് പറയുന്നു. നിന്റെ ക്യാമോ ഓഫ് ആക്കാൻ എന്റെ അടുത്തൊക്കെ വന്ന് പറയുന്നു. ഒരു കിട്ടി TV വന്ന എന്താ ഇന്റൻഷനാണ്. എനിക്ക് തോന്നുന്നില്ല അത് ഒരു നിന്നെ ഏത് ലൈവിലാണ് ബാൻ ആക്കിയ വാറ്റിനോടാ. വാറ്റിനോട് ഫേസ് ക്യാം സൂം ആക്കി ഒരു സെക്സി ഉമ്മ ചോദിച്ചു എനിക്ക് ബാൻ ആക്കി. 3 ഉണ്ട്. 4 വണ്ടിയുടെ ഇപ്പൊ കൊറേ പരാതികളായി. 1658 രൂപ വാച്ച് ചെയ്യുന്നുണ്ട്. ഞാൻ കിക്കില് ലൈവാണ്. ഡുവൽ സ്ട്രീം ആണ്. എന്നെ ബാൻ ആക്കി. ഞാൻ ബാനൊന്നും ആക്കിയില്ല. സപ്പോർട്ട് ചെയ്യുക. എന്റെ പിള്ളേരെ ബാനൊന്നും ആക്കൂല. എനിക്ക് കണ്ണാപ്പിയോട് മാറ്റി തരാം. വെണ്ട സാബു 69 നീ ബാൻ ചെയ്തടാ കണ്ണാപ്പി. അവൻ വിഷമിക്കുന്നു. നിങ്ങൾ ഹാപ്പി ആയില്ലേ? എല്ലാരും ഹാപ്പി ആയില്ലേ? അപ്പൊ അത് തീരുമാനമാക്കിയിട്ടുള്ള അത് എനിക്കും കണ്ടപ്പോ ഇന്റൻഷനൽ ആയിട്ട് തോന്നില്ല. ബ്ലോക്കിലോട് താഴെ ഇറങ്ങി പോയിരിക്കാൻ വേണ്ടി റിവേഴ്സ് എടുത്തതാണെന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. പറയാം ഇവിടെ ഇപ്പൊ വാറ്റിന്റെ പ്രശ്നങ്ങളാണ്. വാറ്റ് ശരിയല്ല കേട്ടാ. അല്ലടാ അവർ 2 സൈഡിലോട്ട് മാറ്റിയടാ. തീരുമാനായ 5 വണ്ടി എത്തിയിട്ടുണ്ട്. ഒരു വണ്ടി കൂടെ റിസൾട്ട് എന്താടാ? PO കണ്ടു കഴിഞ്ഞാ
ചന്ദ്രന്റെ ഡെയിലി കഴിഞ്ഞില്ലേ? ഫൈറ്റ് നമുക്ക് പ്രതീക്ഷിക്കാം. ഫിറ്റിംഗ് വന്നു, ടി വി ഇറങ്ങി. സോറിടാ, മാറ്റി കൊടുത്തി ഞെക്കിയിരിക്കുക. സോറി. വീഡിയോമിന് മുമ്പേ ഡെഡ് ആയതായിട്ടാണ് എന്റെ വ്യൂ. പിന്നെ വീഡിയോ ആയിട്ടുള്ളത് സ്വന്തം വണ്ടി തന്നെയാണ് അവരുടെ. ചെക്ക് ചെയ്ത് ഒരു വീഡിയോ ഇല്ല, ഒരു വീഡിയോ ഇല്ല. ഇത് ക്ലിയർ ആയിട്ട് കണ്ടല്ലോ അടിച്ചു വന്നത്. വീഡിയോ ഒന്നല്ല, ടേബ് അടിച്ചിട്ടില്ല. അപ്പൊ രണ്ട് സൈഡിലോട്ട് മാറ്റിക്കോടാ. ഇത് ഇതെന്തിന് മാറ്റിക്കോ. അത് സ്വന്തം വീഡിയോ. അത് ആരെ വിളിച്ചത്? തോന്നുന്നു. ടൂ ഡൗൺ ആയാടാ. ഇല്ലല്ലോ, ഇതിന് 2 മണിക്കൂർ സേഫ് സോൺ ആയി. എന്റെ ദൈവമേ. ഞാൻ ലൈവ് കഴിഞ്ഞ ഉടനെ ഞാൻ ഇറങ്ങി ഓടുവേ. എനിക്ക് നട്ടല് വേദന എടുക്കാൻ തുടങ്ങി. ഞാൻ നേരെ ഗോകു പിഒ നീലം കാണിക്കും പിഒ കേട്ടാ. ഗോകു അല്ല, ഗോകു നീലം പിഒ അടിച്ചു. ഒന്നും എത്ര പേരെ കൊന്നു ഒരുത്തനല്ലേ അവൻ മാത്രം ഇറങ്ങിയതാ, മനസ്സിലായി? അവൻ ഇറങ്ങി കണ്ടറിയാം. ബാക്കിയുള്ളവരോടോ അവരുടെ പ്ലേസിലോ കറലി കളിച്ചോണ്ടിരിക്കുന്നു. അതൊന്നും പറയണ്ട. നമ്മുടെ ചെറുക്കേ ഞാൻ നിനക്കൊക്കെ വേണ്ടി നീ മോഡറേറ്റ് പണി എടുത്തിരണോ? നീയൊക്കെ അവിടെ പോയി എടുക്കണം. അതാണ് പ്രശ്നം. എന്താ എന്റെ പിടിച്ചോ. ഞാൻ പറയാം, DNL കുത്തിയെടുത്ത് 4 പേര് 5 പേരെ കുത്തിയിരുന്ന് കുറച്ച് പാടാണ്. അത്ര ഉള്ളു എടുത്തിട്ട് മണ്ണ് പുണ്ണച്ചോളാ മറടിയിലെ അവനെ പന്നിയായിരുന്നു. പിക്ക് അവർ ആ വണ്ടി ഫുള്ള് കിട്ടിയില്ല. ഡ്രൈവറിനെ കോൺസെൻട്രേറ്റ് ചെയ്തു. പക്ഷെ എനിക്കൊന്ന് കോപ്ര സെഞ്ചറിനെയാണ് ഞാൻ പറഞ്ഞ പോലെ ടിവിയാണ് ജയിച്ചത്. സൈഡ് ഡൗൺ നോക്കി. ഇപ്പൊ ഡബ്ല്യൂ ആയത് ഇങ്ങനെ കോള് നോക്കിയോ. இன்னொருத்த 2 டிங்க் മൂന്ന് വണ്ടി ഉള്ളല്ലോ, 2 വണ്ടി എന്ത് ചെയ്യാൻ പറഞ്ഞത്? ஒருத்தர மலைக்கு மேல
ഇവിടെ അവന്മാര് വരികയാണെങ്കിൽ ഇവിടെ നിന്ന് ഇറങ്ങി ഡയറക്റ്റ് അടിച്ച് പൊട്ടിച്ചോ, കുഴപ്പമൊന്നുമില്ല. അക്കരെ ഇക്കരെ നിന്നാലകരെ இல்ல டனலுக்கு மேல இருக்கு, மலைக்கு போனா அடிக்க முடியாது. മലയൊന്ന് കയറുന്നുണ്ട്. എടാ ഏബില് മാത്രം, ഏബിലെ ഇവിടുന്ന് കറങ്ങിയടാ, ഇത് കറങ്ങി ദേ ഇതിന്റെ മണ്ടയ്ക്ക് വരാൻ പറ്റും നിനക്ക്, ഇവിടെ നിന്റെ മണ്ടയ്ക്ക് മനസ്സിലായോ? ഏബില് മാത്രം. എന്താടാ ഏബിലെ ഇതിന്റെ മണ്ടയ്ക്ക് കറങ്ങിപ്പോ. ഈ സമയത്ത് ഒറ്റക്കാക്ക് കത്തിപ്പോയെന്ന് പറഞ്ഞിട്ട് അവർ ചെയ്യാൻ പറ്റില്ല. അവന്മാര് മണ്ടൊക്കെ അടിച്ചോട്ടോ, അവന്മാര് അവിടെ നിന്നും പോയി. ടീ എടുക്കുക കേട്ടോ. കിട്ടണം. ഇവിടെ വന്നായിരുന്നെങ്കിൽ ചിലപ്പോൾ പിക്ക് ചെക്ക് ചെയ്യാൻ പറ്റി. കുത്തി നിർത്തണ എല്ലായിടത്തും. അളിയാ ഒരു വണ്ടി പണ്ടപ്പെട്ടളിയാ, വണ്ടി പെട്ടില്ല. ഇതിന്റെ ഉണ്ട്. അല്ലേ ഇവന്മാരെ വണ്ടി എല്ലാം ഹാൻഡിക്യാപ്ഡ് ആണ് കേട്ടാ. പോയി ഇതില് റിപ്പയർ ഇല്ലേ? ഉണ്ട് കയ്യിൽ വെച്ച് റിപ്പയർ ചെയ്യാം. ബുദ്ധിയില്ലല്ലോ. ഇറങ്ങി കുത്തറാ. നമ്മള് വീണടാ. റഷ്യൻ ഡൗൺ ആയിട്ടുണ്ട്. എടുത്ത് വെച്ചോറാ. Let's go. വായ് കൊടുത്തവന്മാർക്ക് വായ്. ലാസ്റ്റ് ഡൗൺ ആയ 4 പേര് പേരൊന്ന് നോക്കടാ. ആരെങ്കിലും ലൈവ് ഒന്ന് വെടിവെച്ചോണ്ടിരിക്കുന്നതിനിടയിൽ സാധനം ഇട്ടാറല്ലേ? മനസ്സിലായി. നിങ്ങളുടെ ഭാഗത്തു നിന്നാണ് ഹെൽപ്പ്. നിങ്ങളുടെ ഭാഗത്തു നിന്നാണ് ഹെൽപ്പ്. നിങ്ങളുടെ ഭാഗത്തു നിന്നാണ് ഹെൽപ്പ്. നമ്മള് നോക്കുന്നുണ്ട്. അതാരാ വിളിച്ചേ? Let's go baby, let's go. പന്നി വാരി എടുത്തിട്ട് കളിച്ച് നേരത്തെ തീർത്തോടാ. ബ്രോ this is different lobby മനസ്സിലായ? നിന്റെ ഏരിയ വന്ന് അടിച്ചിട്ടുണ്ട്. ഓടി അങ്ങ് പുതുക്ക് വരെ ഓടിയാൻ. എനിക്കാണ് രാവിലെ സിനിമയ്ക്ക് പോകാനുള്ളത്. മായിരി എത്ര നേരം ഇനിയിപ്പോ ഇന്റർവ്യൂ കണ്ടു വരും ഞാൻ. 8 മണിക്ക് സിനിമയുണ്ട് പോലെ. എന്ത് ചെയ്യും? ഹലോ കഴിഞ്ഞ ഇതിന്റെ ഉണ്ടോ ഇനി? കാണും. അതുണ്ടാവും. ഇനി 1-2 പ്ലേസിന് തല്ലാൻ നടക്കണ്ടേ. ഇത് രാജുഭായ് ഇല്ലല്ലേ? ഇത് രാജുഭായ് അവന്മാര് അല്ല ദിയോട് മാത്രം തന്നെ ഉള്ളു. നീ വാഷേ അവൻ ടൈപ്പ് ചെയ്തിട്ടെങ്ങനെ മൊണ്ണ പട്ടി. നമ്മളിപ്പോ ഇവിടെ നമ്മുടെ ആൾക്കാർ കുറവ് എന്നിട്ടുള്ളൂ. രാജുഭായ് ഇവരുടെ വണ്ടി ഇടിച്ചു കളിക്കുന്നില്ല. എന്നിട്ടാണ് നമ്മളെ ഇടിച്ചിടിച്ച് ഹെൽപ്പ് ഇട്ടിട്ടെ അവന്റെ POV കൂടെ ചോരാ. അത്രേ ഉള്ളൂ. സ്റ്റീവ് ഇറ്റാച്ചി സ്നൈപ്പറുടെ ഒരു വരവുണ്ടായിരുന്നു. എന്റെ അമ്മ അത് വിഷയമായിരുന്നല്ലേ? സുൽത്താന്റെ കേടി കൂടിയല്ലോടാന്ന്. ഇവന്മാരെ പ്ലാൻ എമ്മരെ കുത്തി ഇറങ്ങി കളിക്കാനുള്ള പരിപാടി മനസ്സിലായില്ല. അമര അങ്ങനെ കളിക്കണ. ഇപ്പൊ നമ്മളിവിടെ ഇറങ്ങി എമ്മരെ തിരിച്ചു. ഇരുട്ടായടാ മറ്റേ ഈ മോഡിടാൻ പറയാം.
പുള്ളിയെ ഫോൺ വിളിച്ചു പറയാം. വിളിച്ചു പറയടാ എടാ നമ്മള് ഉറങ്ങിയിരിക്കുകയാണ്. എനിക്ക് പുള്ളിയായിട്ട് എന്തേ പുള്ളിയാണ് ഉറങ്ങി തൂങ്ങിയാണ് ചെയ്യുന്നത്. ഞാൻ വിളിച്ചു പറയാം. ക്യാമറ നോക്കിയാൽ പുള്ളിയുടെ ക്യാമറ കാണാൻ. സത്യ ആടുകളും തീരാറായി. കോട്ടയം കിടന്ന് എന്തിനൊക്കെ എന്തൊക്കെ എന്തൊക്കെ വാരിട്ട് അഞ്ചാമത്തെ നോട്ടാ എത്രളിയാ പാവപ്പെട്ടനെ കൊണ്ടുപോകും. DC വിട്ട് മാറ്ററുടെ ഈടായിട്ട് ഇച്ചിരി ചിരി കൂടുതലുണ്ട് കേട്ടോ. ഇവിടെ ഇരുന്ന് നിനക്ക് വല്ല പ്രശ്നമുണ്ടോ? പപ്പട ഇരുന്നവിടെ വണ്ടിയെ ഒതുക്കി ഒതുക്കെ 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 പപ്പടത്തിനെ കണ്ടുകൂടാ. പപ്പടത്തിനെ കൊല്ലി. അവനെ കാണാതിരിക്കാൻ അവിടെ ബെറ്റർ ഗ്രാഫിക്സ് ഇടുന്ന അവിടെ പോയി സ്പാം ചെയ്യുക. ഇവിടെ നല്ല പ്ലാൻ ചെയ്തിട്ട് വന്ന കേട്ടാ ഈ ഒരു സ്ഥലം. ഇവിടെ വിട്ട് കളിക്കില്ല കേട്ടാ. പുള്ളി ചാറ്റം നോക്കത്തില്ല. പിന്നെ അവിടെ നീലേ പൊട്ടിയിടാ ടയർ അത്രേ ഉള്ളൂ. പുള്ളി നോക്ക് ദൃശ്യം എവിടെ കത്തി? വണ്ടിയിൽ ഓരോരുത്തർ എടാ ഇതിന്റെ മണ്ടയ്ക്ക് കയറടാ. ഇതിന്റെ മണ്ടയ്ക്ക് കയറടാ. ഇതിന്റെ മണ്ടയ്ക്ക് കയറി. എടാ അവിടെ ആരാ കത്തിയിരുന്നോ? ഡിഫെൻഡിങ് ആയിരുന്നു കേട്ടോ. അടാ ഇത് വണ്ടിയിൽ ഒരുത്തൻ ഓടി 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 ടയറൊന്നും ഇല്ലാ മതി. എല്ലാ ഹാൻഡിക്യാപ്ഡ് വണ്ടികളല്ല. അവന്മാര് ഹാൻഡിക്യാപ്പ് വേണ ബൈടാ ബൈ ബൈ. ജോക്കർ ബ്രോ താങ്ക് യു ക്യാമറ പോയില്ല. താങ്ക് യു സോ മച്ച് ബ്രോ. അങ്ങനെ കൂടെ പോ. എടാ എടാ രാജീവ് അന്തരിച്ച് ആ ജനറേറ്റർ കൊച്ചി ജനറേറ്റർ കൊണ്ട് കൊച്ചി ജനറേറ്റർ അല്ലേ പച്ച ഇതൊന്നും പൊക്കാൻ പറ്റൂല. അല്ല ഇത് പൊക്കാൻ പറ്റില്ല. പച്ച ജനറേറ്റർ കൊണ്ട് പൊക്കാൻ പറ്റത്തില്ല. ദൈവം ഇതിലെ ദൈവം മെനക്കേറി ഓക്കെ സെറ്റ് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഇനി ഇറങ്ങി പണ്ണ് നമ്മുടെ വണ്ടി താഴെപ്പെടാ. ഇല്ല ഇത് പണ്ണപ്പെട്ട് ഇത് പണ്ണപ്പെട്ട് ഇവിടെ ഹോൾഡിങ് മലയുടെ വീട്ടിലാണ്. ഇല്ലില്ല നമ്മുടെ കിണ്ടിയുടെ ആത്മശാന്തിക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം. ഒരു നേരം കിണ്ടിയുടെ ഒരു ചീച്ചി ഉണ്ടല്ലോ അവർ ചീച്ചി ഇത്രേ ഉള്ളൂ മനസ്സിലാടാ. ഡിഫറെന്റ് ലോബി. ഓക്കെ ഓക്കെ നിക്കാൻ അടിക്കരുത്. കേട്ടല്ലേ ദൈവത്തെ ഓർത്ത് കുണ്ണത്തോളം അടിക്കരുത്. പൊട്ടിക്ക് മനസ്സിലായ വായി കിട്ടിയല്ല വായി കിട്ടിയല്ല മാർച്ചാറ്റി കൊണക്കണം. കളിയില്ലേ അവിടെ എല്ലാം പറഞ്ഞ ഇല്ലീഗൽ ലൈനപ്പിന് എന്റെ എല്ലാവിധ ഓൾ ദ ബെസ്റ്റ് പറഞ്ഞുകൊണ്ട് നമ്മളിവിടെ സ്പെക്ക് ഇവിടെ നിർത്തുകയാണ്. വളരെയധികം നല്ല രീതിയിൽ 12 ലെവലിലൂടെ നമ്മൾ വാർ ജയിച്ചിരിക്കുന്നു. വളരെയധികം നല്ല രീതിയിൽ നിങ്ങളുടെ മുണ്ടക്കളെ അയ്യോ അയ്യോ കണ്ടില്ല അയ്യോ കണ്ടില്ല ലൈവ് നീലൊക്കെ ഡൗൺ ആക്കിയിട്ടുണ്ട്.
ഇടിച്ചതല്ല പ്രണവ്സേട്ടൻ ഇവിടെ നിൽക്കുന്നത് ഇവിടെ കറന്റ് ഇടിച്ച് കൈകൊണ്ട് ഇടിച്ചു കൊല്ലാനുള്ള ശ്രമം തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കൈകൊണ്ട് ഇടിച്ചു കൊല്ലാനുള്ള ശ്രമം ഒരു 1v10 ഇത്. ആണ്. നീലൊക്കെ ജുഗ്രൂനെ ഡൗൺ ആക്കിയിട്ടുണ്ട്. ജുഗ്രൂനെ ഡൗൺ ആക്കിയിട്ടുണ്ട്. ഓക്കെ പ്രണവ്സേട്ടനെ നീല് ഡൗൺ ആക്കിയിട്ടുണ്ട്. നല്ല കാര്യം. രാജുഭായി 2 മിനിറ്റ് സൈലൻസ് എല്ലാരും. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ എല്ലാം പറഞ്ഞ പോലെ ഒരു മിനിറ്റ്. വെൽ പ്ലേഡ് ഗൈസ്, വെൽ പ്ലേഡ്. നമ്മ പിള്ളേര് വിഷയം കളി ആൾസോ. ഒന്ന് ബാക്ക് അടിക്കോ? ഇല്ല അളിയാ നീ നമ്മുടെ സ്പെക്ക് ഉണ്ടായികളെ. ഞാൻ എനിക്കൊരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞാല് സിറ്റിയില് പറയണത് പോലെ മറ്റേ അച്ചിപ്പട്ടികളെയൊക്കെ എടുത്തടിച്ചിട്ട് മറ്റേ അവിടെ അവന്റെ ഒക്കെ അടുത്ത് പോയി അടിക്കുന്ന മെസ്സ് പോലെ ടിവിയുടെ അടുത്തോട്ട് ഇനി വരാൻ പാടില്ല. 2ാമത്തെ വട്ടമാണ് ഞാൻ ഇത് പറയുന്നത്. പിന്നെ മറ്റേ ഫയൽ ഇട്ടത് നോർമലൈസ് ചെയ്ത് കുറെ കണ്ടികളുണ്ടല്ലോ HFലെ, ആ കണ്ടിയുടെ അടുത്തുനിന്ന് വന്ന മെയിൻ കണ്ടി പ്രണവേ, നിന്നോട് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നീ നിന്റെ കാര്യവും നിന്റെ റേഡിയോയുടെ കാര്യവും പിന്നെ സുൽത്താനെയും കൂടെ റേഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യണം. പുള്ളിയോടൊന്ന് സംസാരിച്ചാൽ കുറെ കാര്യങ്ങളൊക്കെ നിനക്ക് ഫിക്സ് ചെയ്യാൻ പറ്റും. അപ്പൊ നീ ആ റേഡിയോയിൽ പറയുന്ന കാര്യങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളും മാത്രമായിട്ട് നോക്കിയാൽ ടിവിയുടെ റേഡിയോയിൽ ആര് കണക്ട് ചെയ്യണ്ടെന്നൊക്കെ ടിവിയുടെ കാര്യം നോക്കിക്കോളും, ടിവിയെ നോക്കിക്കോളും. നീ അത്രയ്ക്ക് ബുദ്ധിമുട്ടാണ്. നീ ഒരേ സമയം ഹെൽഫയറിനും സുൽത്താനും MRCക്കും ടിവിക്കും വേണ്ടി കളിക്കണ്ട കേട്ടോടാ പ്രണവ് കണ്ടി, മനസ്സിലായ? അപ്പൊ ഗെറ്റ് ഗുഡ്, പോയി ഒന്നുകൂടെ ഇതാക്കിട്ട് വാ. തരാൻ വേറൊന്നും പറയണ്ട വിട്ടേ. ഇത്ര മതി, കഴിഞ്ഞു നമുക്ക് വിട്ട്. കാരണം ഈ കണ്ടികൾ ഇത്രേ ഉള്ളൂ, ഇതിന് അപ്പുറത്തോട്ട് വേറെ ഒന്നും പറയാനില്ല. കഴിഞ്ഞു. ഇനി പോയിരുന്ന് നീ ഒരു കാര്യം ചെയ്യണം. ഇനി നീയൊക്കെ കുറച്ചെണ്ണം അവിടെ ഇരുന്ന് അയ്യോ ഇത് അഡ്മിൻ ഫേവറബിൾ ഡിസിഷൻ അവർക്ക് വേണ്ടി എടുക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഇതാക്കും. അത്രയ്ക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സെർവറിൽ നിന്ന് ഇറങ്ങണം. മതി, നീ ഗതികെട്ട് കളിക്കണ്ട. മതി കേട്ടോ. കഴിഞ്ഞ് നിങ്ങൾക്ക് ബാക്കി ഓഡിയൻസിന് നിങ്ങൾക്ക് വേണ്ടിട്ട് വാർ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ആൻഡ് സ്പെഷ്യലി വേറൊരു കാര്യം കൂടെ, KVA അടിച്ചപ്പം നമ്മുടെ അടുത്ത് അവരാധിക്കാൻ കുറെ കൊച്ചുകുണ്ടാൾ വന്നായിരുന്നു. അതൊക്കെ നിനക്ക് വീണ് കിട്ടിയ അവസരത്തിൽ നിനക്കൊക്കെ കിട്ടിയ ഒരു സാധനമാണ്. അതിന്റെ അപ്പുറത്തോട്ട് നിനക്കൊന്ന് സംസാരിക്കാനുള്ള ഒരു കൂട്ടം പിള്ളേർക്ക് ഉറക്കമില്ലാത്ത രാത്രി. നിന്റെ ചാറ്റ് കണ്ടില്ലേ റോളക്സ് കണ്ട? എടാ മോനെ, നീ ഒന്ന് ആലോചിച്ച് നോക്കിയടാ. ഞാനിപ്പോ ഇത് കണ്ട് സന്തോഷത്തോടെ പോയി കിടന്ന് ഉറങ്ങുമ്പോ നീ 2 വട്ടം അടി കെട്ടി എന്റെ ഇങ്ങനെ മനസ്സിൽ ഓർത്ത് വെച്ച് നിന്റെ ജീവിതം ആലോചിക്കുമ്പോഴേ എനിക്ക് നീ ഒന്ന് ആലോചിച്ച് നോക്കി. നീ ഗെയിമോ കളിക്കുന്നില്ല, നീയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നവന്മാർക്ക് കഴിവോ ഇല്ല. അവന്മാർക്ക് വേണ്ടിട്ട് നിന്റെയൊക്കെ ഉറക്കം കളഞ്ഞ് നീയൊക്കെ ഇരിക്കാന്ന് പറഞ്ഞാൽ നിന്റെയൊക്കെ ഗതികേട് ആലോചിക്കുമ്പോ എനിക്ക് ചിരി വരുന്നു. എനിക്ക് നട്ടലൊടിഞ്ഞല്ലേ. അളിയാ നമ്മുടെ വിൻ സ്ട്രീക്ക് എത്രയാടാ? നമുക്ക് ഒരു 14 കളി കളിച്ചാ, ഒരു 14 കളി കണ്ടിന്യൂസ് ജയിച്ചാൽ നമുക്കൊരു PC ഉണ്ടേ. നമുക്കൊരു PC ഉണ്ടേ 14 കളി കണ്ടിന്യൂസ് ജയിച്ചാല്. 14 കളി കണ്ടിന്യൂസ് ജയിച്ചിട്ട് വേണോടാ എനിക്ക് എന്റെ PC ഒന്ന് അപ്ഗ്രേഡ് ചെയ്യണോടാ. എനിക്ക് മുട്ട ലാഗടാ. എനിക്ക് മുട്ട ലാഗ്. നമ്മുടെ ഒരു അടിയുള്ളൂ വീണ്ടും പോകും. ഞാൻ